ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത പരമ്പരയാണ് ടോം ആൻഡ് ജെസ്സി. അർജുൻ സോമശേഖരും അമൃത നായരുമാണ് ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വരുന്നത്. ടോമിൻ്റെയും ജെസ്സിയുടെയും പ്രണയവും ഒളിച്ചോട്ടവും അതിനുശേഷമുള്ള ജീവിതവുമാണ് പരമ്പരയിൽ കാണിച്ചു വരുന്നത്. അപ്രതീക്ഷിത വഴിത്തിരിവുകളും പുതിയ അതിഥികളുമൊക്കെയായി മുന്നേറുകയാണ് ടോം ആൻഡ് ജെസ്സി. നായികയായി ജെസ്സി ഇനി പരമ്പരയിൽ ഉണ്ടാവില്ലെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലൊക്കേഷനിൽ വെച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിനിടെ അമൃത തന്നെയായിരുന്നു പരമ്പരയിൽ നിന്നും മാറുകയാണെന്ന് അറിയിച്ചത്. എനിക്ക് എല്ലാവരെയും മിസ് ചെയ്യും. ചില കാരണങ്ങളാൽ എനിക്ക് പരമ്പരയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരിക്കുകയാണെന്നായിരുന്നു അമൃത പറഞ്ഞത്. പിറന്നാൾ പ്രമാണിച്ച് ഷൂട്ടിൽ നിന്നും ലീവ് എടുത്തിരിക്കുകയായിരുന്നു. കേക്കും മേടിച്ച് അമ്മയോടൊപ്പമായിരുന്നു ലൊക്കേഷനിലേക്ക് പോയത്. അവരെന്തായാലും ഈ വരെ പ്രതീക്ഷിച്ചിരിക്കില്ല. അവരെല്ലാം സർപ്രൈസായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ടോം ആൻഡ് ജെസ്സി ലൊക്കേഷനിൽ പിറന്നാൾ ആഘോഷിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അടിപൊളി ടീമാണ്. ചില കാരണങ്ങളാൽ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഷെഡ്യൂൾ കൂടിയേ ഞാൻ കാണത്തുള്ളൂ എന്നായിരുന്നു അമൃത പറഞ്ഞത്. താൽക്കാലികമായി മാറി നിൽക്കുകയാണ് ഞാൻ. വൈകാതെ തന്നെ കാരണം നിങ്ങളോട് പറയുന്നതാണ്. കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ വർക്ക് ചെയ്ത ചാനലാണ് കൗമുദി. ഇപ്പോൾ എനിക്ക് മാറേണ്ടി വന്നിരിക്കുകയാണെന്നായിരുന്നു അമൃത പറഞ്ഞത്. ബിഗ് ബോസിലേക്ക് പോവുകയാണോ എന്നായിരുന്നു ഡയറക്ടർ അമൃതയോട് ചോദിച്ചത്. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇങ്ങനെയാണോ സാർ ചോദിക്കുന്നത്? പേഴ്സണലായിട്ടുള്ള ചില കാരണങ്ങളാൽ ബ്രേക്ക് എടുക്കുകയാണ്. സങ്കടവും സന്തോഷവുമാണ് ഞങ്ങൾക്ക്. 200-ാം എപ്പിസോഡായിരുന്നു ഒടുവിലായി ഷൂട്ട് ചെയ്തത് എന്നായിരുന്നു അമൃത പറഞ്ഞത്. അപ്പോൾ അടുത്തത് ബിഗ് ബോസിലേക്കാണോ? ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. കല്യാണമായിരിക്കും എന്നായിരുന്നു വേറെ ചിലരുടെ കണ്ടെത്തൽ. അമ്മുവിൻ്റെ കല്യാണം അതുതന്നെ കാരണം. കഴിഞ്ഞ വീഡിയോയിൽ ഒക്കെ പറഞ്ഞു ഈ 30-ാമത്തെ വയസ്സിൽ ഞാൻ സിംഗിളിൽ നിന്നും മാറുകയാണെന്ന്. അപ്പോൾ അതുതന്നെ കാരണം. സംശയിക്കേണ്ട, കല്യാണമാണല്ലേ, നന്നായിരിക്കട്ടെ. ബിഗ് ബോസിലൊന്നും പോവേണ്ട കേട്ടോ. എൻ്റെ മോളെപ്പോലെ കരുതിയാണ് പറയുന്നതെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ബിഗ് ബോസിലേക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കണം. ആരുടെയും ഗ്രൂപ്പിൽ പോവരുത്. ഉള്ള വില കളയരുത്. അമ്മുവായി തന്നെ നിൽക്കണം. ഇതുവരെ നേടിയ സൽപ്പേര് കളയരുത് തുടങ്ങിയ കമൻറ്റുകളും വീഡിയോയുടെ താഴെയുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നേരത്തെ അമൃത പറഞ്ഞിരുന്നു. 2026-ൽ കല്യാണം വേണമെന്നൊക്കെയാണ് ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഈ മേഖലയിൽ നിന്നൊരാളെ ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു അമൃത പറഞ്ഞത്. 30-ാം പിറന്നാളിന് പിന്നാലെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ.